ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി അവിയലുണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം. ചെറിയ കുറച്ച് ടിപ്പുകളുണ്ട്. എനിക്കറിയാവുന്ന കുഞ്ഞു ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ. അവിയൽ പാകം ചെയ്യുമ്പോൾ നമ്മൾ അടികട്ടിയുള്ള പരന്ന പാത്രത്തിൽ വേണം പാചകം ചെയ്യാൻ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നീളത്തിലരിഞ്ഞ കഷ്ണങ്ങളും അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ നീളമുള്ള സ്പൂണോ വെച്ച് നന്നായിട്ട് ഇളക്കി ചെയ്യിക്കുക. കുഴിയുള്ള തവികളൊന്നും അവിയൽ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല, കാരണം പച്ചക്കറികൾ എളുപ്പം പൊടിഞ്ഞു പോകും. ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. അമിതമായിട്ട് വെള്ളം ഉപയോഗിച്ച് പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ചേർന്ന് അവിയൽ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് മൂടി വേവിച്ചാൽ അവിയലിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി ഓൾറെഡി മഞ്ഞളിട്ട് കൊണ്ട് വളരെ കുറച്ച് മഞ്ഞളും ഒരൽപ്പം ജീരകവും 2 ഉള്ളി വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കുക. 80% വെന്ത അവിയൽ കഷ്ണത്തിനകത്തോട്ട് ഒരു മുഴുത്ത തക്കാളിയും 150 ഗ്രാമോളം കുഞ്ഞുള്ളിയും ചതച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. വളരെ നൈസായിട്ട് ഇളക്കുക, തിക്കി ഇളക്കരുത്, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെന്ത അരപ്പിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് മാത്രം 1/4 സ്പൂൺ കടുക് ചതച്ചെടുത്തത് ചേർത്ത് ഇളക്കുക. അതിനോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് എടുക്കുക. ഇങ്ങനെ ചെയ്താൽ നല്ല സ്വാദിഷ്ടമായ അവിയൽ റെസിപ്പി നമുക്കിവിടെ ലഭിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്, കാരണം ഒരുപാട് പച്ചക്കറികൾ ഇതിനകത്ത് ആഡാവുന്നുണ്ട്. പിന്നെ മത്തങ്ങ, വെണ്ടയ്ക്ക പോലുള്ള പച്ചക്കറികൾ ഒഴിച്ച് ബാക്കി ഏത് പച്ചക്കറികൾ വേണം നമുക്ക് ഉപയോഗിക്കാം. തക്കാളിക്ക് പകരം മാങ്ങയോ തൈരോ നമുക്ക് പുളിയായി ഉപയോഗിക്കാം. താങ്ക്